ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വീണ്ടും 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 ഷോപ്പിങ്ങിനായിട്ട് പോയിരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോസ് ആണല്ലോ ഇടുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാൻഡ് ബി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഉപ്സാലയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ തരം സാധനങ്ങളും കിട്ടുന്ന കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന യൂല എന്ന് പറയുന്ന ഷോപ്പാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ യൂലയിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോയപ്പോൾ നമ്മൾ സൈക്കിളും കൂടി ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെക്കാത്ലോണിലും ബിൽറ്റിമയിലും ഒക്കെ പോയിട്ട് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് സൈക്കിൾ വാങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു സൈക്കിൾ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ യൂലയിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ മറ്റേ ഈസ്റ്ററിൻ്റെയൊക്കെ ഓഫറായിട്ട് കുറേ സൈക്കിളുകളെല്ലാം ഓഫറിലുണ്ടായിരുന്നു. അപ്പം ഇവിടെ കാണുന്ന നിങ്ങൾ ഒരു നീല കയോബാന്ന് എഴുതിയേക്കുന്ന, ബ്ലാക്കിൽ നീല കയോബാന്ന് എഴുതിയേക്കുന്ന ഒരു സൈക്കിളുണ്ട്. അത് നമുക്കൊരെണ്ണം ഉണ്ട്. അപ്പോൾ കയോബയുടെ ആ സൈക്കിൾ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അത്ര നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സൈക്കിളാണ്. കാരണം അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അലൂമിനിയത്തിൻ്റെ സൈക്കിളാണ്, സ്ലിം ആയിട്ടുള്ളൊരു സൈക്കിളാണ്. അതുപോലെ തന്നെ അത് എല്ലാം കൊണ്ടും ഒക്കെ നല്ലതാണ്. 2-3 വർഷമായിട്ടും അതിന് വേറെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി സൈക്കിളാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയോബ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ കയോബയുടെ തന്നെ വേറൊരു സൈക്കിള് ഇവിടെ നമുക്ക് ഓഫറിൽ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓഫറിലുണ്ട്, നമ്മൾ സൈക്കിൾ വാങ്ങിക്കണം നോക്കി നടക്കുകയാണ്, ബാക്കി എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ ഇരുന്നത് ഓടിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ കയറി ഇരിക്കാനും ഇറങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു. ഈ സൈക്കിൾ ഞാൻ അവിടെ ഒരു റൗണ്ടൊക്കെ ഓടിച്ചു നോക്കി, എനിക്കെല്ലാം ഓക്കെ ആണെന്ന് നോക്കി. അപ്പോൾ പിന്നെ ഇനി ഇതിന് വേണ്ട ബാക്കി പാർട്സ് എന്തൊക്കെയാണ് മേടിക്കണേന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇതിന് സൈക്കിളിന് മഡ് ഗാർഡ് ഇല്ല, അതുപോലെ സൈക്കിൾ സ്റ്റാൻഡ് ഇല്ല, ലൈറ്റ് ഇല്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ പാർട്സും കൂടെ തന്നെ വാങ്ങിയേക്കാം, സൈക്കിളും വാങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കയോബയുടെ തന്നെ എല്ലാം നമ്മൾ വാങ്ങിയത്, അതായത് കയോബയുടെ തന്നെ സ്റ്റാൻഡും കയോബയുടെ തന്നെ ലൈറ്റും എല്ലാം തന്നെ നമ്മളത് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും അഡീഷണലി നമ്മൾ ലോക്ക് കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി പഴയ സൈക്കിളിൻ്റെ കുറേ ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടാതെ ഈ സൈക്കിളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലോക്ക് ഉണ്ട്. അപ്പോൾ അത് ആണ് ഞാൻ നോക്കി നടക്കുന്നത്. അപ്പോൾ ആ ലോക്കും മേടിക്കണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബാക്കി പാർട്സും മേടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉദ്ദേശം വേറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ളതായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിച്ചു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സൈക്കിളും വാങ്ങിച്ചു. പെട്ടെന്നെടുത്ത തീരുമാനം, പെട്ടെന്ന് തന്നെ അങ്ങ് സൈക്കിളും വാങ്ങിച്ചു. പിന്നെ കയോബയുടെ തന്നെ ഹെൽമെറ്റും ഒക്കെ അവിടെ ഓഫറിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഹെൽമെറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും 200 and something ഒക്കെ ആയിരുന്നു അതിൻ്റെ പ്രൈസ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഓഫറിൽ 89 ക്രോൺസിനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഓഫറുകൾ ഉണ്ടായിരുന്നു യൂലയിൽ. എന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ വേണ്ട പാർട്സും ഇപ്പോൾ തന്നെ വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കിൾ നമ്മളിപ്പോൾ വാങ്ങിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി ഒരു സൈക്കിളുണ്ട്, അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ഓൾറെഡി ഒരു സൈക്കിളുണ്ട്. പിന്നെ ഞങ്ങൾക്കത് കൂടാതെ ഒരു ഇലക്ട്രിക് സൈക്കിളും കൂടി ഉണ്ട്. നിലവിൽ 3 സൈക്കിളുണ്ട്. എന്നിട്ടും പിന്നെ ഇത് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈക്കിള് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ 2-3 തവണയായിട്ട് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് പഞ്ചറാവും. എന്നിട്ട് നമ്മൾ സൈക്കിൾ കിട്ടി അവിടെ വരെ ചെന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് അത് തള്ളിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സൈക്കിൾ എന്നാൽ പിന്നെ നമുക്കിനി അധികം ഉപയോഗിക്കേണ്ട, പുതിയതൊരെണ്ണം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കയോബയുടെ തന്നെ ലൈറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കയോബയുടെ തന്നെ എല്ലാ പാർട്സും ഇവിടെ ഉണ്ട്. യൂലയിലാണ് കയോബ എന്ന് പറഞ്ഞ ബ്രാൻഡ് കിട്ടുക. യൂല എന്ന് പറയുന്ന ഷോപ്പിലുള്ള സൈക്കിളെല്ലാം കമ്പാരിറ്റീവ്ലി ബാക്കി കടകളിലുള്ള സൈക്കിളിനേക്കാളും വില കുറവാണ്. പിന്നെ ഇതുപോലെ ഓഫറുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് കുറയും. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻബിൽട്ട് ആയിട്ടുള്ള ലോക്ക്. അപ്പോൾ നമ്മൾ എല്ലാ പാർട്സും വാങ്ങിച്ച് സൈക്കിൾ നമുക്ക് ഇതുപോലെ ഒരു ബോക്സിനകത്ത് അസംബിൾ ചെയ്യാൻ പാകത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അസംബിൾ ചെയ്ത് മെൻറ്റ് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബോക്സിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് അസംബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഓൾറെഡി 2 സൈക്കിൾ ഓടിച്ചൊക്കെയാണ് അവിടെ ചെന്നത്. അപ്പോൾ നമുക്ക് ബോക്സിൽ കൊണ്ടുവരാനേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം ബോക്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ബോക്സിനകത്ത് ഇതിനു മുമ്പ് നമുക്ക് ഇതുപോലെ സൈക്കിൾ അസംബിൾ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. നാട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ ഫാമിലിയിലൊക്കെ പലരും സൈക്കിൾ വാങ്ങിച്ചപ്പോൾ ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സൈക്കിൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അസംബിൾ ചെയ്ത കഥയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ സൈക്കിൾ ഇങ്ങനെ സ്വയം അസംബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയും കൂടി ചെയ്തു നോക്കുന്നത്.
ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സൈക്കിളെല്ലാം എന്താ പറയുക പകുതിയോളം അസംബിൾഡ് ആണ്. ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ ഫിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹാൻഡിൽ ഫിക്സ് ചെയ്യുക, അങ്ങനെ കുറച്ച് പാർട്സ് മാത്രം ഫിക്സ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റും പെഡലും അതെല്ലാം മാത്രമേ ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഗിയർ സിസ്റ്റം ഒക്കെ തന്നെ അസംബിൾഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് അത്ര ഡിഫിക്കൽട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ അസംബിൾ ചെയ്യുന്ന സാധനങ്ങൾ എന്ത് വാങ്ങിച്ചാലും നമ്മൾ അതിൻ്റെ കൂടെയുള്ള മാനുവൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് തോന്നും ഇതാ ശരിയെന്ന്, പക്ഷേ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മൾ അതിനകത്ത് എല്ലാം ഒന്ന് വായിച്ചൊക്കെ നോക്കി, പിന്നെ നമ്മുടെ പാർട്സിനൊക്കെ എന്തെങ്കിലും ഡാമേജും എല്ലാം ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. കാരണം നമ്മൾക്കിത് ജസ്റ്റ് ഒരു ബോക്സിനകത്തും കിട്ടിയല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം, നമുക്ക് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാ കൂട്ടവും ചെക്ക് ചെയ്യായിരുന്നു. ഈ സൈക്കിളിൻ്റെ ടയറും അതുപോലെ തന്നെ സീറ്റിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതുപോലെ എല്ലാം നല്ലതാണോ, എല്ലാം അടിപൊളിയാണോ, ഗിയർ എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനു മുമ്പും നമ്മൾ ഇവിടെ സ്വീഡനിൽ വന്നു കഴിഞ്ഞപ്പോൾ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് വാങ്ങിയത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ആണെന്നെങ്കിലും അത് എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് ന്യൂ ആയിട്ടുള്ളൊരു സൈക്കിളായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അത് പുത്തൻ പോലെയാണ് ഇരുന്നിട്ടുണ്ടായത്. പിന്നെ ഈ അടുത്തിടയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ വിൻ്ററിലൊക്കെ നല്ലതുപോലെ സൈക്കിൾ യൂസ് ചെയ്യുമായിരുന്നു. കാരണം ഈ മഞ്ഞത്തും എല്ലാം സൈക്കിൾ യൂസ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ടയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം സൈക്കിൾ യൂസ് ചെയ്യാൻ. പക്ഷേ ഞാൻ അല്ലാതെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൊണ്ടാവാം ഇപ്പോൾ സമ്മർ ആയപ്പോഴത്തേക്കും ഇവൻ്റെ സൈക്കിളിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങി. കംപ്ലയിൻറ്റ് ഇൻ ദ സെൻസ് പഞ്ചറായി, അത് മാത്രമേ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളൂ. അല്ലാതെ ഗിയർ സിസ്റ്റത്തിനോ ബ്രേക്കിനോ അതിനോ ഒന്നും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഞ്ചറായി കഴിഞ്ഞപ്പോൾ നമ്മൾ പഞ്ചർ ഒട്ടിച്ചു ഒക്കെ റീപ്ലേസ് ചെയ്തെല്ലാം ശരിയാക്കി. പക്ഷേ എന്നാലും ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അങ്ങ് പോയി. എവിടെയെങ്കിലും പോകാൻ നേരത്തെ അവിടെ ചിലപ്പോൾ പഞ്ചറാവോ, ഇനി അവിടെ നിന്ന് ഇത്രയും ദൂരം തള്ളേണ്ടി വരുമോ, അങ്ങനത്തെ ഒരു ഫീലായി. കാരണം ഇവിടെ ഉപ്സാലയിൽ നമുക്ക് ബസ്സിനകത്തൊന്നും സൈക്കിൾ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് അവിടെ വെച്ച് സൈക്കിൾ പഞ്ചറായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തള്ളിക്കൊണ്ടുവരാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്തപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു സൈക്കിൾ ഇനി മേടിച്ചേക്കാം. കാരണം ഞാൻ കൂടുതലും സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. സ്കൂളിൽ പോകാനായിട്ടാണെങ്കിലും അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ടാണെങ്കിലും എപ്പോഴും സൈക്കിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സൈക്കിൾ ഒരെണ്ണം ഉള്ളത് അത്യാവശ്യമായിട്ട് തോന്നി. ഇപ്പം ഇവിടെ സ്വീഡനിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളും ഒരു സൈക്കിൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഒരു തവണയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ മന്ത്ലി കാർഡ് റീചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് എപ്പോഴും വരില്ല. നമ്മുടെ കയ്യിലൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകാം, കോളേജിൽ പോകാം, ഷോപ്പിങ്ങിന് പോകാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും സൈക്കിളിൽ തന്നെ. ഈ വിൻ്റർ ടൈമിലായിട്ട് നമുക്ക് ബസ് കാർഡോ അല്ലെങ്കിൽ ട്രെയിൻ കാർഡോ ഒക്കെ റീചാർജ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയും. കാരണം ഞങ്ങൾ സൈക്കിൾ വാങ്ങിയതിന് ശേഷം ബസ് കാർഡ് റീചാർജ് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് എന്തെങ്കിലും ലോങ് ട്രിപ്പുകൾ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 1 hour കൂടുതലൊക്കെ ട്രാവലുള്ള ദൂര സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രെയിൻ കാർഡൊക്കെ റീചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്വീഡനിൽ നിലവിലുള്ള ആരെങ്കിലുമൊക്കെ സൈക്കിൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനായിരിക്കും. ഇപ്പോൾ തന്നെ ചെല്ലുക. കാരണം ഇപ്പോഴും ഈ ഒരു ഏപ്രിൽ 30 വരെ ഈ ഓഫറെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള യൂല ഷോപ്പിൽ നിങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കിൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പുത്തൻ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ 4000-3000 ക്രോണയൊക്കെ ആവും. പക്ഷേ ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഒരു 1800 ക്രോൺസിന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ സൈക്കിള്. അതല്ലാതെ അവിടെ തന്നെ വേറെയും കുറേ സൈക്കിളുകളിലുള്ള ഓഫറിലുണ്ട്. ഇലക്ട്രിക് സൈക്കിൾ തന്നെ 2000 ക്രോൺസിലൊക്കെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ നല്ലൊരു ഓഫർ ടൈമാണ്. ഇപ്പം ഞങ്ങൾ ഡെക്കാത്തലോണിലും ബിൽറ്റിമയിലും ഒക്കെ പോയി കുറേ സൈക്കിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം കുറച്ചും കൂടി പ്രൈസ് കുറവുള്ളത് യൂലയിലാണ്. പക്ഷെ പ്രൈസ് കുറവാണെന്നും പറഞ്ഞിട്ട് ഇത് എന്താ പറയുക ചീപ്പാണ്, ക്വാളിറ്റിയൊക്കെ മോശമാണ് അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. നമുക്ക് കയോബയുടെ സൈക്കിൾ നേരത്തെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്.
നല്ല സൈക്കിളാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനൊന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്താണെങ്കിൽ 21 ഗിയറാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാം അത് മാറി മാറി യൂസ് ചെയ്ത് നോക്കി, വേറെ കുഴപ്പങ്ങളും കംപ്ലൈൻറ്റുകളും ഒന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്തതാണ്. അങ്ങനെ ഹസ്ബൻഡും ഞാനും കൂടി ആയിട്ട് ഈ സൈക്കിൾ മുഴുവൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഡ് ഗാർഡ് അങ്ങനത്തെ സാധനങ്ങളും കൂടിയൊക്കെ വെക്കാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഓടിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ നിങ്ങളെ എൻ്റെ പുതിയൊരു വിഷ് കൈനീട്ടായിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്ന ഈ ഒരു സൈക്കിൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ സൈക്കിൾ ഷോപ്പ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെ നല്ല ചീപ്പായിട്ട് സൈക്കിൾ കിട്ടും, അല്ലെങ്കിൽ നല്ല സൈക്കിൾ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഒന്ന് അറിയിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ വിഷസ് ആൻഡ് വിഷു വിഷസ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.